സ്വാമിയേ ശരണമയ്യപ്പോ. ഇപ്പോൾ മണ്ഡലകാലമാണ്. ഒരുപാട് ഭക്തർ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പല ഭക്തരും ഒത്തിരി വിഷമത്തോടു കൂടിയിട്ടാണ് ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്നത്. പല ആൾക്കാരും പറയുന്നു ഇനി ഞങ്ങൾ ശബരിമലയിലേക്ക് വരില്ല. പക്ഷേ നമ്മൾ ഈ പറയുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത്, ഭഗവാൻ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് ഒരു ഭക്തന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു മണ്ഡലകാലം കഴിഞ്ഞ് അടുത്ത മണ്ഡലകാലം വരെ ഭക്തരെ കാത്തിരിക്കുകയാണ് നമ്മുടെ അയ്യപ്പസ്വാമി. അപ്പോൾ ശരിക്കും മല കയറുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ താണ്ടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അയ്യപ്പനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു ഭക്തൻ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഭക്തി ആയിരിക്കില്ല വേറൊരാളുടെ ഉള്ളിൽ. ഞാൻ എങ്ങനെയാണോ അയ്യപ്പനെ കാണുന്നത് അതുപോലെ ആവില്ല വേറൊരാൾ അയ്യപ്പനെ കാണുന്നത്. പക്ഷെ എനിക്കൊരിക്കലും അയാളോട് വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ അയ്യപ്പസ്വാമിയെ ഭക്തിയോടുകൂടി അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്യുന്നത് അതുപോലെ താങ്കളും ചെയ്യണമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഒരു ഭക്തന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്തൊക്കെ ദുർഘട സാഹചര്യങ്ങൾ ശബരിമലയിൽ അനുഭവിച്ചാലും നമ്മൾ ഒരിക്കലും ഭഗവാനെ കാണില്ല, ഇനി ഞാൻ അയ്യപ്പനെ കാണാൻ വരില്ല എന്നൊരു ഭക്തൻ പറയാൻ പാടില്ല. ഭഗവാൻ നമ്മൾ ഒരുപാട് പരീക്ഷിക്കും. ഒരു ശക്തിക്കും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് ഒരു ഭക്തൻ്റെ ഉള്ളിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ഇനിയും ഭഗവാനെ കാണാനായിട്ട് ഭക്തർ ചെല്ലണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈശ്വര ചൈതന്യമാണ്. നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭക്തന് നല്ല സാഹചര്യങ്ങളും മോശം സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. കാരണം ആ ശക്തിക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെയില്ല. ഭക്തിയോടുകൂടി കാണാൻ പോകുന്ന എല്ലാ ഭക്തരുടെയും രക്ഷകനായി സദാ ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും. എത്ര ദുർഘട സാഹചര്യം വന്നാലും ഒരു ഭക്തൻ്റെ ഉള്ളിലുള്ള ഭക്തി നശിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം സദാ കൂടെ ഉണ്ടാവട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ.